وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ആ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, എൻ്റെ ജനമേ, നിങ്ങൾ ഈ ദൈവദൂതന്മാരെ പിൻപറ്റുക. അതായത് ആ നാട്ടിൽ നിന്ന് വിദൂരമായ പ്രദേശത്തുള്ള ഒരാൾ തൻ്റെ നാട്ടിലുള്ളവർ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരെ നിഷേധിക്കുകയും അവരെ കൊലപ്പെടുത്തുമെന്നും ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ വന്നേക്കുമെന്ന ഭയത്താൽ ആ നാട്ടുകാരുടെ അടുക്കലേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ജനങ്ങളെ, ഈ ദൂതന്മാർ കൊണ്ടുവന്ന സന്ദേശം നിങ്ങൾ പിൻപറ്റുക. ഈ ആയത്തിലൂടെ അള്ളാഹു ഒരു ചരിത്ര സംഭവമാണ് പറഞ്ഞു തുടങ്ങുന്നത്. സൂറത്തുൽ യാസീനിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺസിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സംഭവത്തിലൂടെ അള്ളാഹു എടുത്തു കാട്ടുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ മഹത്വമാണ്. ഈ സംഭവത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ആ പട്ടണത്തിൽ 3 പ്രവാചകന്മാരെ അയച്ചിട്ടും ആ ജനം അവരെ ധിക്കരിച്ചപ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരു സാധാരണ മനുഷ്യൻ വന്ന് ആ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആ പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അള്ളാഹു ലോകാവസാനം വരെ നിലനിർത്തുന്ന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ ആ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അതായത് സക്സസ് ഇസ് നോട്ട് മെഷേർഡ് ബൈ നമ്പേഴ്സ്, ബട്ട് സക്സസ് ഇസ് ഓൾ അബൌട്ട് ബീയിങ് ട്രൂത്ത്ഫുൾ ആൻഡ് ടു ബി സിൻസിയർ. ഇവിടെ 3 പ്രവാചകന്മാരെ ഒരു സമൂഹത്തിലേക്ക് അയച്ചിട്ടും ആകെ ഒരാൾ മാത്രമാണ് അവരെ സത്യപ്പെടുത്തിയത്. അള്ളാഹു 3 പ്രവാചകന്മാരെ അയച്ച സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ അസ്ഹാബുൽ ഖറിയത്തി എന്നാണ് ഉപയോഗിച്ചത്. അതായത് പീപ്പിൾ ഓഫ് ദ സിറ്റി ഓർ ടൗൺ എന്നാണ് അതിനർത്ഥം. എന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് അഖ്സൽ മദീനത്തി എന്നാണ്. അതായത് പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് എന്നാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രവാചകന്മാരെല്ലാം രാവും പകലും പരിശ്രമിച്ചിട്ടും അവരിൽ നിന്ന് മറ്റൊരാൾ കേട്ട് പിന്നെ വേറൊരാൾ കേട്ട് അങ്ങനെ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ മാത്രമാണ് ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചത്. അതായത് സത്യത്തിൻ്റെ സന്ദേശം നഗരത്തിൻ്റെ ഏറ്റവും അറ്റത്തേക്കും എത്തി എന്നതിൻ്റെ സൂചനയാണിത്. ഇവിടെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ ഈ സൂറത്തിൽ അള്ളാഹു 3 പ്രവാചകന്മാരെക്കാൾ കൂടുതൽ ഈ ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത് എന്നാണ്. ഈവൻ വൺ ബിലീവർ ക്യാൻ ബി എ സോഴ്സ് ഓഫ് ഇമ്മെൻസ് ഡിവൈൻ റിവാർഡ് ആൻഡ് ലെഗസി. അള്ളാഹു അദ്ദേഹത്തിന് പേരിവിടെ പരാമർശിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിന് പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വലിയ പരിഗണനയൊന്നും നൽകാത്ത എത്ര ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രസിദ്ധരായിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസോ ഒന്നും തന്നെ ഇവിടെ പറയുന്നില്ല. എന്നാൽ നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വി ആർ സോ ഒബ്സെസ്ഡ് വിത്ത് ദീസ് ക്രെഡൻഷ്യൽസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി കാരണം അദ്ദേഹത്തെ ഒരു ചരിത്രമായി ലോകാവസാനം വരെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിലനിർത്തി. ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലമായി 12-ാം ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്ര വഖശിയ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ബോധനം പിൻപറ്റുകയും അദൃശ്യാവസ്ഥയിൽ പരമകാരുണ്യനെ ഭയപ്പെടുകയും ചെയ്തവന് മാത്രമേ നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. ആകയാൽ പാപമോചനത്തെയും ഉദാരമായ പ്രതിഫലത്തെയും പറ്റി അവന് നീ സന്തോഷ വാർത്ത അറിയിക്കുക.